നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോവിൽക്കടവ് ഇടക്കടവിലാണ്. ശരിക്കും ഇതൊരു ഉൾഗ്രാമമാണ്. വനമേഖലയോട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇവിടെ കാട്ടാനയും കാട്ടുപോത്തും എന്നു വേണ്ട വന്യമൃഗങ്ങളുടെ ഒരു വിഹാര കേന്ദ്രമായി ഈ പ്രദേശം മാറിയിരിക്കുകയാണ്. കാട്ടുപോത്ത് ഇതുവരെ ആരെയും ആക്രമിച്ചതായിട്ടൊരു വിവരമില്ല. പക്ഷേ ഇന്നലെ ഒരു ഞെട്ടിക്കുന്ന വിവരം, ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീട് ഇടക്കടവ് സ്വദേശിനിയായ ബീനയുടേതാണ്. ബീനയുടെ വീടിന് നേരെ ആനയുടെ ഒരാക്രമണ ശ്രമമുണ്ടായി. കൂട്ടമായി തന്നെ ആനകളെത്തിയ ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തു നിന്നും ആനയെ ഓടിക്കാൻ ഇടയ്ക്കിടെ വനംവകുപ്പ് ജീവനക്കാർ ഇവിടേക്ക് എത്താറുണ്ട്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ ആന വീണ്ടും ഈ ഭാഗത്തേക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഇന്നലെ ആനയുടെ ആക്രമണം ഈ മേഖലയിലേക്ക് ഉണ്ടായി. ഈ വീട്ടമ്മയ്ക്ക് നേരെ ആന ആക്രമിക്കാനെത്തി. ഇവിടെ ഒരു മാവിൻ്റെ ശിഖരം ഒടിക്കുന്നത് കേട്ടാണ് വീട്ടമ്മ എഴുന്നേറ്റത്. ആ സമയം ഒച്ചയെടുത്ത് ഈ ആനയെ ഓടിക്കാൻ ശ്രമിച്ചു. ഒറ്റയാനായിരുന്നു. ആനയെ ഓടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആന അലറിക്കൊണ്ട് ചിഹ്നം വിളിച്ച് ഇവർക്ക് നേരെ ആക്രമിക്കാൻ എത്തുകയായിരുന്നു. വലിയൊരു ഭീതിയോടെയാണ് ബീന നമ്മളോട് അക്കാര്യം വ്യക്തമാക്കിയത്. ഇന്നലെ രാത്രി 1:30 ആയപ്പോൾ ആന വന്നു. മാവ് ഒടിക്കുമായിരുന്നു. ഞാൻ ആ സൗണ്ട് കേട്ട എണിച്ചിട്ട് ഞാൻ ഒരു ഒച്ച എടുത്തപ്പോഴത്തേക്ക് എന്നെ ഓടിക്കാനായിട്ട് വന്നു. ജനലിലൊക്കെ കുത്താനായിട്ട് വന്നു ആന. പിന്നെ ഫോറസ്റ്റുകാരെ വിളിച്ചപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആരും വന്നുമില്ല. ഞങ്ങൾ ഒരു 3-4 മണിക്കൂറോളം നോക്കിയിരുന്നു അവർ വരുമെന്ന് ഓർത്തുകൊണ്ട്. ആരും വന്നില്ല. ഞങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. എന്നും ആന ഇവിടെ ഭയങ്കര ശല്യമാണ്. ഞങ്ങളുടെ സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്നു. ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല. അത് കാരണം എന്തെങ്കിലും ഒരു തീരുമാനം നടപടിയെടുത്ത് തരണം. എത്ര നാളായി ഇവിടെ ആനശല്യം തുടങ്ങിയിട്ട്? ആനശല്യം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 മാസത്തോളമായി. ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നാശനഷ്ടം എന്നും ഉണ്ടാക്കുന്നുണ്ട്. വന്ന് ചക്ക പറിക്കുന്നു, മാവ് പറിക്കുന്നു. ഇന്നാണ് മാവൊക്കെ ഒടിച്ച് കളഞ്ഞ് ഇത്രയും പാത്രങ്ങളൊക്കെ നശിപ്പിച്ച് കളഞ്ഞത്. ഇന്നലെ ആക്രമിക്കാൻ വന്നു. ഞാൻ വീടിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എന്നെ കണ്ടുകൊണ്ട് ആന വീട് കുത്താനായിട്ട് വന്നു. അതെ, ജനലൊക്കെ നിന്ന് നോക്കിയപ്പോഴാണ് ആന ആക്രമിക്കാൻ വന്നത്. പുറത്തിറങ്ങാനായിട്ട് പേടിയായതാണ് പുറത്തേക്ക് ഇറങ്ങിയില്ല. ഒറ്റയ്ക്കാണ്. ഹസ്ബൻഡ് പുറത്താണ്. പ്രായമായ അമ്മയുണ്ട്. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകണം. ഞങ്ങൾക്ക് ഉറങ്ങിയിട്ട് തന്നെ മാസങ്ങളായി. ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല ജീവിക്കാനായിട്ട്. വേറെ സ്ഥലമോ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും ഈ മേഖല വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീതിയിലാണ്. നിരവധി കുടുംബങ്ങൾ വലിയ ഭീതിയിലാണ്. പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ, രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ അവർ ഭയപ്പെടുന്നു. ഒരു ആശുപത്രി ആവശ്യമുണ്ടെങ്കിൽ പോലും അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അത്തരമൊരു വലിയ ദുസ്ഥിതിയിലാണ് ഇവിടെ കഴിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത് പാമ്പൻപാറയിൽ ഒറ്റയാൻ ഒരാളെ ആക്രമിച്ചു കൊണ്ടിരുന്നു. ചുരക്കുളം സ്വദേശിയായ മുരുകനാണ് കൊല്ലപ്പെട്ടത്. ഈ മുരുകനെ ആക്രമിച്ച് ആശുപത്രിയിൽ എത്തിച്ച അവസരത്തിൽ തന്നെ വനംവകുപ്പുകാർ പറഞ്ഞിരുന്നു, ഇത് ആന ചവിട്ടി കൊന്നതല്ല, ഓടിയപ്പോൾ വീണ് പരിക്കേറ്റ് മരിച്ചതാണ് എന്ന് പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് തന്നെ സ്ഥലത്തുണ്ടായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുകയാണ്. ചുമതലയിൽ നിന്ന് ഒഴിവാകാം, അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകാം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ വാക്കുകൾ പറഞ്ഞതെന്ന് നമുക്ക് വ്യക്തം. പക്ഷേ പിറ്റേന്ന് സംഭവിച്ചത്, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ മുരുകൻ മരിച്ചത് ആനയുടെ ആക്രമണത്തിലാണ് എന്ന് വ്യക്തമായി. അദ്ദേഹത്തിൻ്റെ വാരിയലുകൾ ഒടിഞ്ഞിരുന്നു. ഇതേ തുടർന്ന് വനംവകുപ്പ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ അനുവദിച്ചു. എഫ് രാജ MLA-യുടെയും കന്തളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശിവൻരാജിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇതിനായി വലിയ നീക്കങ്ങൾ ഉണ്ടായി. എന്തായാലും ഈ പ്രദേശം ഇപ്പോൾ വലിയ വന്യമൃഗ ആക്രമണ ഭീഷണിയിലാണ്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടക്കടവിലാണ്. ഇടക്കടവിൽ ബീനയുടെ വീട്ടിലാണുള്ളത്. നിരന്തരമായി ഇവിടെ ആനശല്യം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി 1 മണിയോടുകൂടി ഇവിടെ ആന വരികയും തൊട്ട് വീടിനോടടുത്ത് തന്നെ ഒരു മാവിൻ മരത്തിൻ്റെ കൊമ്പൊടിക്കുകയും അവർ ജനൽ തുറന്ന് ആനയെ ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ ആന വളരെ ആക്രോശത്തോടു കൂടി അവരെ ഉപദ്രവിക്കാൻ വരികയും ചെയ്തു. അവർ രാത്രി വളരെ ഭയത്തോടു കൂടിയാണ് കിടന്നുറങ്ങുന്നത്. ഫോറസ്റ്റുകാരെ ഇവിടെ വിളിക്കും, ഫോറസ്റ്റുകാർ വന്ന് ഓടിക്കും. മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും അതേ സ്ഥലത്തോട്ട് തന്നെ ആന എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫോറസ്റ്റുകാർ എങ്ങോട്ടാണ് ഈ ആനയെ ഓടിച്ചു വിടുന്നത്? മണിക്കൂറുകൾക്ക് ശേഷം ഇവിടെ എത്തണമെങ്കിൽ എത്ര ദൂരം അവർ ഓടിക്കുന്നുണ്ട്? വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ആഴ്ചയാണ് പാമ്പൻപാറ ചുരക്കുളം സ്വദേശി മുരുകൻ മരണപ്പെട്ടത്. ഉദ്യോഗസ്ഥരാണ് പറഞ്ഞത് ആനയുടെ ആക്രമണം മൂലമല്ല മുരുകൻ മരിച്ചത് എന്ന്. പക്ഷേ എന്തുകൊണ്ടോ
പോസ്റ്റ്മോർട്ടത്തിൽ അത് വ്യക്തമായി തെളിയുകയും അയാളുടെ 2 വാരിയെല്ലുകൾ ഒടിയുകയും ചെയ്തതിന് ശേഷം ആന ആക്രമിച്ച് തന്നെയാണ് മരിച്ചതെന്ന് തെളിയിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ദുരന്തം സർക്കാർ ഏറ്റെടുത്തത് തന്നെ. ഇനിയും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ഈ ആനയുടെയും കാട്ടുപോത്തിൻ്റെയും ശല്യം വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. നിരന്തരം ഇവിടെ കാട്ടാനകളും കാട്ടുപോത്തുമെല്ലാം എത്തുന്നു. വനംവകുപ്പ് ജീവനക്കാർ നമ്മൾ വിളിക്കുമ്പോൾ അവരെത്തുന്നുണ്ട്, ആനയെ ഓടിക്കുന്നുണ്ട്. പക്ഷേ മണിക്കൂറുകൾക്കകം തന്നെ ആന ഈ പ്രദേശത്തേക്ക് എത്തുന്നു. അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് എത്രത്തോളം മേഖലയിൽ അല്ലെങ്കിൽ എത്രത്തോളം ദൂരത്തേക്ക് ഇവർ ആനയെ ഓടിച്ചു എന്നുള്ളത്. എന്തായാലും മുരുകൻ്റെ മരണം ഈ പ്രദേശത്തെ വല്ലാതെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. മറ്റൊരു ദുരന്തം കൂടി ഈ മേഖലയിലേക്ക് എത്താതെ നോക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകണം. അത്രമാത്രമാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. പ്രകാശ് ചന്ദ്രശേഖർ, മറുപടി.